പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ഇന്ന് ഓട്ടിസം ബാധിച്ചവരുടെ അഭിമാന ആഘോഷ ദിനമാണ്. ഒരു കഥ കേൾക്കൂ. നക്ഷത്രക്കുരുന്നുകൾ. ഏയ് റോമി, നഗരം സുന്ദരമാക്കുന്നതിൻ്റെ ഭാഗമായി പൊതുസ്ഥലങ്ങളിൽ പൂന്തോട്ടങ്ങളും വിശ്രമ കേന്ദ്രങ്ങളും കളിസ്ഥലങ്ങളും തയ്യാറാക്കാൻ നഗരസഭ തീരുമാനിച്ചിട്ടുണ്ട്. മോൾക്ക് ഞങ്ങളെ സഹായിക്കാൻ പറ്റുമോ? നഗരപിതാവ് റോമി മോളോട് ചോദിച്ചു. ചിത്രം വരയ്ക്കാനാണെങ്കിൽ ഞാൻ ചേട്ടനോട് പറയാം. ചിത്രം വരയ്ക്കണം, പൂന്തോട്ടങ്ങൾ തയ്യാറാക്കണം, കളിപ്പാട്ടങ്ങൾ സജ്ജീകരിക്കണം, അങ്ങനെ ഒരുപാട് പണിയുണ്ട്. ചേട്ടൻ ഉൾപ്പെടെയുള്ള കൂട്ടുകാരോട് പറഞ്ഞോളൂ. റോമിക്കും അവളുടെ ജ്യേഷ്ഠൻ റോമിലുവിനും ജന്മനാ ഓട്ടിസം എന്ന ഒരു ശാരീരിക അവസ്ഥയാണുള്ളത്. തലച്ചോറിൻ്റെയും നാഡികളുടെയും ചില പ്രശ്നങ്ങൾ കൊണ്ട് അവർക്ക് മറ്റു കുട്ടികളെപ്പോലെ എല്ലാ പ്രവൃത്തികളും അതിവേഗത്തിൽ ചെയ്യാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ മറ്റു കുട്ടികളെക്കാൾ മികച്ച രീതിയിൽ കലാപരമായ കഴിവുകൾ അവർക്കുണ്ടായിരുന്നു. റോമിലു മനോഹരമായി ചിത്രം വരയ്ക്കും. സഹോദരി റോമിയാവട്ടെ പൂക്കളെയും പൂമ്പാറ്റകളെയും സ്നേഹിക്കുന്ന ഒരു കുഞ്ഞു മാലാഖയായിരുന്നു. അവരെ കൂടാതെ ഇത്തരത്തിലുള്ള കഴിവുകളുള്ള നിരവധി കുട്ടികൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു ശാലിനി ടീച്ചറുടെ നക്ഷത്രക്കൂടാരം. പാട്ടിനും നൃത്തത്തിനും കഴിവുള്ള നിരവധി കുട്ടികൾ അവിടെയുണ്ട്. ടീച്ചറിൽ നിന്ന് അവരെക്കുറിച്ചെല്ലാം മനസ്സിലാക്കിയ നല്ലവനായ മേയർ നഗര സൗന്ദര്യവൽക്കരണത്തിന് ആ കുട്ടികളെ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചു. ചിത്രം വരയ്ക്കണം, ചെടികൾ ഒരുക്കണം, വൃത്തത്തിൽ പൂച്ചെടി വച്ചിടണം, ഇത്തിരി നേരം മെനക്കെടുമ്പോൾ ഒത്തിരി സൗന്ദര്യമുണ്ടായിടും. ടീച്ചർ അവരെ ഉത്സാഹിപ്പിച്ചു. റോമിലു വരച്ച മനോഹരമായ ചിത്രങ്ങൾ നഗരത്തിൻ്റെ മുഖഛായ തന്നെ മാറ്റി. പൂമ്പാറ്റകളെപ്പോലെ പാറി നടക്കുന്ന ആ കുഞ്ഞുങ്ങൾ ടീച്ചറോടൊപ്പം ചേർന്ന് നിരവധി ചെടികൾ വരിവരിയായി നട്ടുപിടിപ്പിച്ചു. വെള്ളാരം കല്ലുകൾ കൊണ്ട് റോമി തയ്യാറാക്കിയ ചില അലങ്കാരങ്ങൾ മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തി. അങ്ങനെ അവരുടെ കഴിവുകൾ അംഗീകരിക്കപ്പെട്ടു. ഇന്നാണ് ആ സുദിനം. പൂമ്പാറ്റക്കുഞ്ഞുങ്ങൾ തയ്യാറാക്കിയ ഉദ്യാനവും കളിസ്ഥലവും മറ്റു കുട്ടികൾക്ക് കൂടി സമർപ്പിക്കുന്ന സുദിനം. ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് ജനപ്രതിനിധികളോ സിനിമക്കാരോ അല്ല. അവരെക്കാൾ ഏറെ പ്രാധാന്യമുള്ള കൊച്ചു കലാകാരന്മാരും കലാകാരികളുമാണ്. ഓട്ടിസം എന്ന അവസ്ഥയെ അനുഗ്രഹമാക്കി മാറ്റാൻ ത്രാണിയുള്ള കൊച്ചു കൂട്ടുകാർ. ഇവരെ രോഗികളായി കരുതാതെ ദൈവത്തിൻ്റെ പൂന്തോപ്പിലെ നക്ഷത്രക്കുരുന്നുകളാക്കി വളർത്തിയ ശാലു അമ്മയും കുഞ്ഞുങ്ങളും ചേർന്നാണ് ഈ ഉദ്യാനം സമർപ്പിക്കുന്നത്. നഗരപിതാവിൻ്റെ വാക്കുകൾ കേട്ട് കുഞ്ഞുങ്ങളും ബഹുജനവും ഒരുപോലെ അമ്പരന്നു. എല്ലാവരും കൈയടിച്ച് അവരെ പ്രോത്സാഹിപ്പിച്ചു. നഗരസഭ നൽകിയ പുത്തനുടുപ്പുകളും നിറമുള്ള ഷൂസുകളും ധരിച്ച് അവർ പാറിപ്പറന്നെത്തി. അവരുടെ കയ്യൊപ്പ് പതിഞ്ഞ ആ സുന്ദര ഉദ്യാനം മറ്റുള്ളവർക്ക് കൂടി ഉപയോഗിക്കാനായി സമ്മാനിക്കുന്ന വേളയിൽ അവരല്ലാതെ മറ്റാരാണ് അവിടെ ആദരിക്കപ്പെടേണ്ടത്?